എല്ലാ മലയാളികൾക്കും സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ. മാന്യ സദസ്സിന് നമസ്കാരം. എല്ലാ മലയാളികൾക്കും ആദ്യമേ തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ജീവിത താളുകളിലെ പല ഏടുകളിലായി കണ്ണീരും കയ്പും നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ വായിച്ച് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും കഥ വിളിച്ചോതുന്ന പൊന്നോണനാൾ വരവായി. അത്തം മുതൽ അങ്ങോട്ട് തിരുവോണനാളിന്റെ സമൃദ്ധി, 10 ദിവസം വിളവെടുപ്പിന്റെ ആഘോഷം, കേരളത്തിന്റെ പരമ്പരാഗത തനിമ വിളിച്ചോതുന്ന എല്ലാവരും ഒന്നാകെ ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്ന പൊന്നോണം. മലയാളികൾ എവിടെയായിരുന്നാലും ഓണം ആഘോഷിക്കും. അത് വിദേശത്താണെങ്കിലും അവിടെയും മലയാളികളുടെ ഒരു സംഘം ഓണത്തിനായി എത്തും. പാടത്തും പറമ്പിലും കാട്ടിലും മേട്ടിലും പൂക്കൾക്ക് വസന്തോത്സവം. പറമ്പിലെ വാഴക്കൈകൾ തൂമ്പില് നീട്ടി എഴുന്നേറ്റ് നിൽക്കും. കസ്തവമുണ്ടും സെറ്റുസാരിയും ഒക്കെയായി മലയാളികൾ ഒന്നാകെ ഓണത്തെ വരവേറ്റു തുടങ്ങും. തുമ്പയും തുളസിയും മുക്കൂറ്റിയും മാവേലി തമ്പുരാനെ തൊഴാൻ എഴുന്നേറ്റ് നിൽക്കും. ഓണക്കാലം കേരള പ്രകൃതിയുടെ ഒരു പൂക്കാലം തന്നെ. അദ്ദേഹം കിട്ടിയ ഒരു വസന്തോത്സവം. പുലികളെയും കോലുകളെയും കുമ്മാട്ടിക്കളിയും വള്ളംകളിയും ഒക്കെയായി കേരള ജനത മുഴുവൻ ഒരുമിച്ച് അണിചേരും. മഹാബലിയുടെ ഭരണത്തിൽ അസൂയാലുവായ മഹാവിഷ്ണു വാമനന് രൂപം ധരിച്ചുവെന്ന് മൂന്നടി മണ്ണ് ചോദിക്കുകയും മഹാമനസ്കനായ മാവേലി തമ്പുരാൻ അളന്നെടുത്തോളാൻ പറയുകയും ആദ്യത്തെ 2 അടിയിൽ ആകാശവും ഭൂമിയും അളന്നെടുക്കുകയും 3-ാമത്തെ അടി അളന്നെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ തന്റെ തല താഴ്ത്തി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പാതാളത്തിലേക്ക് തള്ളിത്താഴ്ത്തി. ഇതാണ് ഓണത്തെക്കുറിച്ചുള്ള ഐതിഹ്യം. വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണുവാനുള്ള മാവേലി തമ്പുരാന്റെ അനുവാദമാണ് ഓണം. അന്ന് എല്ലാവരും തമ്പുരാനെ എതിരേൽക്കാനുള്ള ഒരുക്കത്തിൽ ആയിരിക്കും. പപ്പടവും പഴവും പായസവും കളിയിടക്കിയും ഒക്കെയായി സമൃദ്ധമായി ഓണസദ്യ ഉണ്ടാക്കുന്ന തിരക്കിലാണ് വീട്ടമ്മമാർ. മാവേലിയും അങ്കമാരും ഒക്കെയായി എല്ലാ സ്ഥാപനങ്ങളും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നു. അതേ പ്രിയമുള്ളവരെ, എന്താണ് ഈ ഓണത്തിന്റെ ഐതിഹ്യമെന്ന് നിങ്ങൾക്കൊക്കെയും അറിയാമല്ലോ. നാം പാടാറുള്ളത് പോലെ മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. അസുര രാജാവായ മഹാബലി തമ്പുരാൻ കേരള നാട് ഭരിച്ചിരുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായിരുന്നു. കള്ളവുമില്ല, ചതിയുമില്ല. ആരും ഒരു പൊളിവാക്ക് പോലും പറയുകയുമില്ലായിരുന്നു. എല്ലാ മനുഷ്യരും ഒരുപോലെ സമ്പൽ സമൃദ്ധിയിൽ കഴിഞ്ഞ കാലഘട്ടം. സ്നേഹമുള്ളവരെ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മഹാബലിയെ പോലെ മലയാളികളുടെ മനസ്സും ഹൃദയവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.